Hello guys, thanks for checking back on my channel, Mr. Chef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ല നാടൻ സ്റ്റൈലുള്ള ബോട്ടി റോസ്റ്റിന്റെ റെസിപ്പിയാണ്. നമ്മുടെ കേരളത്തിൽ മലയാളികൾ വളരെയധികം ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു ഐറ്റമാണ് ബോട്ടി റോസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബോട്ടി കറി. പക്ഷേ ഇതിൽ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെസ്റ്റോറൻറ്റുകളിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ തട്ടുകളിൽ പോയി കഴിക്കുമ്പോൾ അതിനകത്ത് ഒറിജിനൽ ബോട്ടിയുടെ അളവ് വളരെ കുറവായിരിക്കും. പകരം അതിനകത്ത് കുടലും ബാക്കിയുള്ള ഐറ്റംസ് ആണ് മെയിനായിട്ട് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒറിജിനൽ ബോട്ടി കൊണ്ട് നമ്മുടെ വീട്ടിൽ വളരെ ഈസി ആയിട്ട് എങ്ങനെ ബോട്ടി റോസ്റ്റ് ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഇത് വളരെ ഷോർട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം തുടക്കം തുടങ്ങി അവസാനം വരെ കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൈസ്, നമുക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ ആരംഭിക്കാം. ആദ്യമായി തന്നെ 1 കിലോ ബോട്ടി നമ്മൾ ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ പീസുകളായി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക് വിനാഗിരിയും ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് ഏകദേശം 20 മിനിറ്റ് നേരം സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം വീണ്ടും നമ്മളൊരു 4-5 പ്രാവശ്യം കഴുകിയെടുത്തിട്ടാണ് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്ന വഴി നമ്മളുടെ ബോട്ടിയുടെ സ്മെല്ല് നന്നായിട്ട് മാറാനും നന്നായിട്ട് ക്ലീനായി കിട്ടാനും അത് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഈ ബോട്ടി ആദ്യം തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു പ്രഷർ കുക്കർ എടുത്ത് വെച്ചതിന് ശേഷം നമ്മളുടെ ബോട്ടി നമുക്ക് ഇതിലേക്ക് ഇടാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൻ്റെ ലിഡ് വെച്ച് ബോട്ടി നന്നായിട്ട് നമുക്കിന്ന് കുക്ക് ചെയ്തെടുക്കാം. സ്റ്റവ് എടുത്ത് വെച്ച് ഓണാക്കി കുക്കർ സ്റ്റവിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് 1 വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി 4 വിസിൽ സിമ്മറിലും ഇട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അതുമാതിരി തന്നെ നമ്മളുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഓരോ ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമ്മളുടെ ചാനലിൻ്റെ ഗ്രോത്തിനും നമ്മളുടെ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്താനായിട്ട് ഇത് വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മറക്കാണ്ട് തന്നെ എല്ലാവരും ഓരോ ലൈക്സ് കൊടുക്കുക. ഓക്കെ ഗൈസ്, അങ്ങനെ 1 വിസിൽ നമ്മൾ ഹൈ ഫ്ലെയിമിലും ബാക്കി 5 വിസിൽ നമ്മൾ സിമ്മറിലും അടിച്ചെടുത്തിട്ടുണ്ട്. അടുത്ത സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം നമുക്കിതെടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്ത സ്റ്റവ് ഓൺ ആക്കിയതിന് ശേഷം നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റൗവിലേക്ക് വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ചീനച്ചട്ടി സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കാം. എണ്ണ ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ഇട്ട് നമുക്കിത് പൊട്ടിയതിന് ശേഷം 3 തല കറിവേപ്പില, 100 ഗ്രാം കുഞ്ഞുള്ളി ചെറുതായി അരിഞ്ഞത്, 2 സവോള കനം കുറഞ്ഞ് അരിഞ്ഞതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാം. 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 4 പച്ചമുളക് കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ഒനിയൻ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഇതെടുത്ത് സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ സ്റ്റവിൻ്റെ ഫ്ലെയിം നമുക്ക് സിമ്മറിലേക്ക് ഇടാം. അടുത്ത ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നിങ്ങൾ സാധാ ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് മസാലയുടെ പച്ചമണം മാറുന്ന വരെ നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ സ്പൈസസ് നന്നായി റോസ്റ്റ് ആയി കഴിയുമ്പം ബാക്കിയുള്ള മസാലയായിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്തെടുത്ത ബോട്ടി നമുക്കിതിലേക്ക് ഇടാം. ബോട്ടി പാനിലേക്ക് ഇട്ടതിന് ശേഷം സ്റ്റവിൻ്റെ ഫ്ലെയിം നമുക്ക് ഹൈയിലേക്ക് ഇട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മളുടെ ഈ വെള്ളം വറ്റുന്ന വരെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് കാണാവുന്ന മാതിരി നമ്മുടെ ബോട്ടിയിലെ വെള്ളം ഓൾമോസ്റ്റ് ഡ്രൈ ആയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിലാണ് എനിക്ക് കഴിക്കാൻ താല്പര്യം. നിങ്ങൾക്ക് ഇനിയും നന്നായിട്ട് ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് സെറ്റ് ചെയ്ത് നമുക്ക് വീണ്ടും കുറച്ച് നേരം അവിടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടും നല്ല കറുത്ത കളറിലും കിട്ടും. എനിക്ക് ഈ ഒരു രീതിയിലാണ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ഇതിലേക്ക് 1 ടീസ്പൂൺ പൊടിച്ച കുരുമുളക്, 1 കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ബോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, അങ്ങനെ നമ്മളുടെ നാടൻ ബോട്ടി റോസ്റ്റ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ബോട്ടി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുമാതിരി തന്നെ നമ്മുടെ സ്പൈസസ് എല്ലാം നല്ല കറക്റ്റ് എമൗണ്ട് ആണ്. അപ്പോൾ നിങ്ങൾ കണ്ട മാതിരി ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസ് ഒക്കെ നമ്മുടെ കമന്റ് സെക്ഷനിൽ എഴുതി വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ വീഡിയോ നിങ്ങളുടെ ഫുഡി ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമാതിരി ഒരു ലൈക്സും കൊടുക്കുക.
നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഇതുമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണുവാനായിട്ട് നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി ആൻഡ് ഐ സീ യു വിത്ത് എ ഡിഫറെന്റ് വീഡിയോ. ബൈ.